ഇവിടെ നോക്കിയോ, ഇ ഈസ് എ പോയിന്റ് ഓൺ എ ഡി പ്രൊഡ്യൂസ് ഓഫ് എ പാരലോഗ്രാം എ ബി സി ഡി. അപ്പൊ പാരലോഗ്രാം എ ബി സി ഡി എന്ന് പറയുമ്പോൾ ഇതുണ്ട് പാരലോഗ്രാം, ഇങ്ങനെയാണ് പാരലോഗ്രാം ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എ ബി സി ഡി. ഇനി വരയ്ക്കേണ്ടത് ഡി ഇ ഈസ് എ പോയിന്റ് ഓൺ എ ഡി പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ എ ഡിയെ വലിച്ചു നീട്ടുക എന്നാണ് എ ഡി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ആ വലിച്ചു നീട്ടുന്നിടത്താണ് എന്തിരിക്കുന്നത്, ഇ എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. പിന്നെ ബി ഇന്റർസെക്ട് സി ഡി അറ്റ് എഫ്. അതായത് ഈ ബിന്ന് ഇയിലോട്ട് ഒരു ലൈൻ വരച്ചു, അത് സി ഡിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് എഫിലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി അല്ലേ, ട്രയാങ്കിൾ എ ബി സി തന്നെ അല്ലേ, ഏതാ പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു എ ബി ഇ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ, എ ബി ഇ ഇതാണ്, ഈ ട്രയാങ്കിൾ ആണ് എ ബി ഇ. എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ സി ബി എഫ്. സി ബി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാ, സി എഫ് ബി എന്ന് പറയുന്നത് സി ബി എഫ് എന്ന് പറയുന്നത് സെയിം ട്രയാങ്കിൾ അല്ലേ. ഓക്കെ. അപ്പം സി എഫ് ബി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും? ഇതാണ് പടം. ഓക്കെ, നോക്കിയോ, നമുക്കിത് പ്രൂവ് ചെയ്യാം. നിങ്ങളോട് തന്നെ ചെയ്തു. ടു പ്രൂവ് ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ സി എഫ് ബി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ. കാരണം പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആണോ ശ്രേയ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഇ എ ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ എഫ് സി ബി. എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലോഗ്രാം. അതേപോലെ തന്നെ നോക്കിയേ, ഇതും പാരലൽ അല്ലേ ശ്രേയ? അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ ഒരു ട്രാൻസ്വേഴ്സൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ, ആംഗിൾ എ ഇ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി എഫ്. റീസൺ എന്താ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ട്രയാംഗിൾ എ ബി ഇ സിമിലർ ടു ട്രയാംഗിൾ സി എഫ് ബി. എന്താ? എ ക്രൈറ്റീരിയ. ശരിയല്ലേ?